മദ്രസയിൽ കുട്ടികൾക്ക് ഖുർആൻ പകർന്നു കൊടുക്കുന്ന ആള് എന്ന അഡ്രസ്സാണ്. മുഅല്ലിം, മുദർരിസ് എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. അതൊക്കെ ഇവിടെ ദീന് നിലനിൽക്കാനുള്ള അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പൊ ആ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതിശ്രേഷ്ഠതയുള്ള കാര്യമാണ്, ചെറിയ ശ്രേഷ്ഠതല്ല. ഇൽമു പഠിക്കുന്നവർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന എത്രയോ ഉമ്മമാർ ഈ കാണുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. ഒരു ദിവസം 3 നേരം 1, 2, 3, 4 മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവർ, ഒരേലെ കുട്ടികൾ നോക്കും പോലെ അല്ല, അതിനേക്കാൾ ഉഷാറായി നോക്കിയവർ, അങ്ങനെ നോക്കിയ ഉമ്മമാർ നോക്കിയിട്ടാണ് ഇവിടെ പേരോട് ഉസ്താദ് ഉണ്ടായത്, AP ഉസ്താദ് ഉണ്ടായത്. അങ്ങനെ നമ്മളെ എല്ലാ ആലിമീങ്ങളെയും പരിശോധിച്ചാൽ ഏതോ ഒരു പള്ളി ദർസിൽ അവര് പഠിച്ചപ്പോ ആ നാട്ടിലെ ഉമ്മമാര് ഭക്ഷണം കൊടുത്തു. ഉമ്മമാരിന്ന് ഖബറിലാണ്. പക്ഷേ ആ ഉസ്താദുമാര് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നല്ലൊരു വിഹിതം ഇപ്പോഴും നല്ല നീയത്തിൽ അവരെ ഭക്ഷിപ്പിച്ച ഉമ്മമാർക്ക് കിട്ടാതിരിക്കൂല, അള്ളാഹ് കൊടുക്കാതിരിക്കൂല. അവരെ നീയത്തനുസരിച്ച് അവർക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ഈ ചിന്തയൊക്കെ ഇന്ന് മനസ്സിൽ നിന്ന് എടുത്തുപോയി. ആ ഉമ്മമാർ അതിന് സഹിച്ച ത്യാഗങ്ങൾ വലുതായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു. എന്നിട്ടും ഇൽമിനോടുള്ള സ്നേഹം, ഇൽമ് നിലനിൽക്കണം എന്നാഗ്രഹിച്ച്, നാട്ടില് ദീന് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് അവർ കഷ്ടപ്പെട്ട് സുബ്ഹാനല്ലാഹ് എല്ലാ ദിവസവും വീട്ടിലെ ഒരു മെമ്പറെ പോലെ 1, 2, 3 മുതഅല്ലിമീങ്ങൾക്ക്, ആരാന്റെ മക്കൾക്ക് അവര് ഭക്ഷണം നൽകി. ഭക്ഷണം നൽകുക എന്നത് ചെറിയൊരു സംഗതിയല്ല. ആ നൽകുന്ന സമയത്ത് തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഭക്ഷണം തഖ്വ ഉള്ളവരല്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണം. ഇപ്പോഴുള്ള കൊടുതിയ എവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളും അതിൽ പ്രതിയാണ്. ഇപ്പം ഭക്ഷിപ്പിക്കലൊക്കെ പൊങ്ങച്ചത്തിന്റെ ഭക്ഷിപ്പിക്കലാണ്. സൽക്കാരങ്ങളിൽ ആവശ്യത്തിലധികം ഭക്ഷണമുണ്ടാക്കി വിഭവങ്ങൾ പ്രദർശിപ്പിച്ച് ഊക്ക് കാണിക്കുന്ന വീടുകളാണ് അധികവും. സുബ്ഹാനല്ലാഹ്. ഇത് അയ്യുൽ ഇസ്ലാമി ഖൈറു തുഇമുത്താം എന്ന് നബി തങ്ങൾ പറഞ്ഞ വകയിൽ ചെയ്യുന്നതല്ല, മറിച്ച് എന്റെ പുരയിലെ സൽക്കാരം ഗംഭീരമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള കൊടുതിയാണ്. അത് തന്നെ കൊടുക്കുന്നത് പലതും ഫാസിഖീങ്ങൾക്കാണ്. പള്ളിയിലെ ഉസ്താദിന് കൊടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അന്ന് കൊടുത്തത് ഉമ്മാമമാര് എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഒരു വീതം 3 നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ എല്ലാ ദിവസവും കൊടുക്കണ്ട, നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യവും കൊടുക്കണ്ട, മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ കൊടുക്കണോ എന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് കഴിയൂല. അതിനും മുടക്കമാണ്. പണ്ടുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ വീട്ടിലുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹതഭാഗ്യരെന്ന് പറയാനല്ലാതെ മറ്റെന്ത് ചെയ്യും? കൊടുക്കാനുള്ള മനസ്സില്ല. എന്നോട് എന്റെ സുഹൃത്ത് സയ്യിദ് ഫൈസി പറഞ്ഞു, നാദാപുരത്തൊരു ഉമ്മ, ആ ഉമ്മ ഈ അടുത്ത് മരിച്ചുപോയി. അദ്ദേഹം പോയിരുന്നു. മരിക്കുന്നതിന്റെ മുമ്പ് വീട്ടിലെ മകനും മകന്റെ ഭാര്യയൊക്കെ ഗൾഫിലായതുകൊണ്ട് മോളെ പുരയിൽ മറ്റൊരു നാട്ടിലായിരുന്നു താമസം. ഒരു വേഴാഴ്ച